وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സൂറത്തുൽ ബഖറയിലെ 39-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന കഫറു, ഈ ആയത്ത് മുൻപുള്ളതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വന്നെത്തുന്നതാണ്. അപ്പോൾ ജനങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തോട് രണ്ട് വിഭാഗക്കാരാണ്, രണ്ട് തരത്തിലാണ് സമീപനം സ്വീകരിച്ചത്. ഒന്നാമത്തെ വിഭാഗം ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആരെങ്കിലും എൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അപ്പോൾ അതാണ് മുഅ്മിനീങ്ങൾ, അവരുടെ അവസ്ഥ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം അവരാരാണ്? വല്ലദീന കഫറു, ഒരു വിഭാഗം ആളുകൾ. അല്ലദീന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം, ഇസ്മു മൗസൂലാണ്. അല്ലദീന ഒരു കൂട്ടർ. വല്ലദീന കഫറു, കഫറു ഫിഅലാണ്. ഏത് ഫിഅലാണ് അത്? മാദിയ ഫിഅലാണ്. അത് പിന്നെ അത് അറിയിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ജംആൻ. വല്ലദീന കഫറു, കാഫിറായ ആളുകൾ, കുഫ്ർ സ്വീകരിച്ച ആളുകൾ. വല്ലദീന കഫറു വകദ്ദബു, നമുക്ക് കഴിഞ്ഞ തവണ പഠിച്ച ഫഅലാണ് അല്ലേ. ഏതാ വസ്ന അതിൻ്റെ? ഫഅല അല്ലേ, ഫഅല വസ്നാണ്. വല്ലദീന കഫറു വകദ്ദബു, കദ്ദബു കളവാക്കി, കദബ കളവ് പറഞ്ഞു, കദ്ദബ കളവാക്കി. എൻ്റെ നേരെ ഓപ്പോസിറ്റ് വാക്കിയതാ കദ്ദബൻ്റെ സദ്ദഖ, സത്യപ്പെടുത്തി. ഇപ്പോൾ ഈമാനിൻ്റെ നേർ വിപരീതമാണ് കദ്ദബ, സദ്ദഖ കദ്ദബ. വല്ലദീന കഫറു വകദ്ദബു, കുഫർ സ്വീകരിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾ. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, കുഫറിൻ്റെ അൻവാഅകൾ, ഇനങ്ങൾ വിശദീകരിക്കുമ്പോൾ കുഫറിൻ്റെ ഇനങ്ങളിൽ ഒരു ഇനം ഏതാ? കുഫ്രു ഇവിടെ കദ്ദബ എന്ന് പറഞ്ഞാൽ അതിന് മസ്തർ എങ്ങനെയായിരിക്കും? മസ്തർ കഫറിൻ്റെ ഫഅലോസിൻ്റെ തക്ദീബ് അല്ലേ. കുഫ്രു അത്തക്ദീബ്, കുഫ്രു തക്ദീബ്, കളവാക്കുക എന്നുള്ളത് കുഫറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. വല്ലദീന കഫറു വകദ്ദബു, കുഫറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് അത്. തക്ദീബിൻ്റെ കുഫർ, കളവാക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് കളവാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് തക്ദീബ് എന്ന് പറയും. വല്ലദീന കഫറു വകദ്ദബു. ഇതോടുകൂടി സൂറത്തുൽ ബഖറയിൽ കുഫറിൻ്റെ രണ്ട് രൂപങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എവിടെയാണ് മുന്നേ ഒരു രൂപം പറഞ്ഞത്? 3 രൂപം പറഞ്ഞു. ആദ്യത്തിൽ മുനാഫിക്കുകളുടെ, അത് കുഫറുൻ നിഫാഖാണ്. കുഫർ 6 രൂപങ്ങളുടെ അതിൽ ഒരു രൂപം ഏതാ? കുഫറുൻ നിഫാഖാണ്, നിഫാഖ് കൊണ്ടുള്ള കുഫർ. 2 ഷൈത്താൻ. എവിടെ വന്നേ? അഹ്സൻതും, അബ വസ്തക്ബർ. എന്താ കുഫറിന് പറഞ്ഞ പേര്? കുഫറുൽ ഇബാഇ വൽ ഇസ്തിക്ബാർ, സമ്മതം കൊണ്ടും അഹങ്കാരം കൊണ്ടും സംഭവിക്കുന്ന കുഫർ. പണ്ഡിതന്മാർ ചില പറഞ്ഞു, കുഫർ അതിൻ്റെ അടിത്തറ പോകുന്നത് 2 സ്വഭാവങ്ങളിലേക്കാണ്. ഒന്ന് ഇസ്തിക്ബാറാണ്, മറ്റൊന്ന് ഇവിടെ പറഞ്ഞ തക്ദീബാണ്. ഇത് രണ്ടുമാണ് കുഫറിൻ്റെ അടിത്തറകൾ. ഇബ്നു ഉസൈമീൻ അത് പറഞ്ഞിട്ടുണ്ട്, വേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കുഫറിൻ്റെ 2 അടിത്തറ എന്ന് പറയുന്നത് ഒന്ന് ഇസ്തിക്ബാറാണ്, അഹങ്കാരമാണ്. 2 തക്ദീബാണ്, കളവാക്കുക എന്നുള്ളതാണ്. ഒന്ന് സത്യം അറിഞ്ഞിട്ടും അഹങ്കാരം കൊണ്ട് സ്വീകരിക്കാതിരിക്കുക, അഹ്ലുൽ കിതാബുകാർ ചെയ്തതുപോലെ. സത്യം അറിയായിരുന്നു, യഹൂദർ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ് പറയുന്നതെന്ന് അറിയാമായിരുന്നു. പക്ഷേ അവരുടെ അഹങ്കാരവും അസൂയയുമാണ് അത് സ്വീകരിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ വിഭാഗം തക്ദീബാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യം അതിനെ കളവാക്കുക, നിഷേധിക്കുക. അത് അറിഞ്ഞുകൊണ്ടാകട്ടെ അറിയാതെ ആകട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം അത് നിഷേധിച്ചാൽ അവൻ കുഫ്റു തക്ദീബിൽ അകപ്പെട്ടവനാണ്. الذين كفروا وكذبوا بآياتنا والذين كفروا وكذبوا بآياتنا, കളവാക്കി. എന്തിനാണ് കളവാക്കിയത്? ബി ഒരു കാര്യത്തെ, ആയാതിന നമ്മുടെ
ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയത്തുകളെ. ആയാത്ത് ജംഉ ആയത്തിൻ. ആയത്ത് എന്നതിൻ്റെ ബഹുവചനാണ് ആയാത്ത്. ആയാത്തിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയത്തുകൾ. ആയാത്തിന അല്ലദീന കഫറു വകദ്ദബു ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്തവരാരാണോ, ഉലായിക അക്കൂട്ടർ, ഉലായിക അസ്ഹാബുന്നാർ അവരാണ് അസ്ഹാബുന്നാർ. അസ്ഹാബ് ജംഉ സാഹിബ്. അസ്ഹാബ് റസൂലില്ലാ എന്നറിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ സാഹിബ് എന്ന് പറഞ്ഞാൽ ആരാ? ഏതൊക്കെ സാഹിബ് എന്ന് പറയാം? കൂടെ നടക്കുന്നവനാണ് സാഹിബ് എന്ന് പറയാം. എപ്പോഴും കൂടെ നടക്കുന്നവനാണ് സാഹിബ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹബത്ത് എത്ര അധികരിക്കുന്ന അത്രയും സ്വഹബത്ത്, സാഹിബ് എന്ന വാക്കിന് കൂടുതൽ ആ വാക്കിൽ പങ്കുണ്ടായിരിക്കും ഒരാൾക്ക്. എത്ര കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ചിട്ടുണ്ടോ അത്രയും അധികം. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖുർആൻ തന്നെ വന്നിട്ടുണ്ട്, ഖാല ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. സാഹിബ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ തന്നെ വിശേഷിപ്പിച്ചു. അപ്പോൾ സാഹിബ് എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവനാണ്. അസ്ഹാബുന്നാർ, അതുകൊണ്ട് അസ്ഹാബുന്നാർ അവർ പറഞ്ഞു. അസ്ഹാബുന്നാർ എന്ന് അവരെക്കുറിച്ച് പറയാൻ കാരണം, ഒരു സാഹിബ് മറ്റൊരു സാഹിബിനോട് എപ്പോഴും എങ്ങനെ കൂടെ നടക്കും അതുപോലെ തന്നെ ഇരിക്കും കൂട്ടർ. അവർ നരകത്തോട് എപ്പോഴും ചേർന്നുകൊണ്ട അവസ്ഥയിലായിരിക്കും. നരകത്തോട് വേർപിരിയുന്ന സ്ഥിതി ഉണ്ടാവുകയില്ല. എപ്പോൾ നോക്കിയാലും അവർ നരകത്തോട് ചേർന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് അസ്ഹാബുന്നാർ എന്ന പേര് നരകക്കാരെക്കുറിച്ച് പറഞ്ഞത്. ഒരു കൂട്ടുകാരൻ അവൻ്റെ ഒപ്പമുള്ളവനോട് എപ്പോഴും കൂടി നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും. വേർപിരിയാത്ത അവസ്ഥയിലായിരിക്കും നരകവും അതിൻ്റെ അസ്ഹാബുകൾ. ആരാണ് ഒരു ഉദ്ദേശം? കുഫാറുകളാണ്. കുഫാറുകൾ അസ്ഹാബുന്നാർ, നരകത്തിൻ്റെ അസ്ഹാബുകളാണ്. സാഹിബുഹുമാ ഫിദ്ദുൻ അല്ലാഹു അലം. സാഹിബുഹുമാ ഫിദ്ദുൻ അല്ലാഹു അലം. അവരോട് എല്ലാ സമയത്തും മുസാഹബ് ഉണ്ടാവണമെന്ന് സാഹിബിന് അർത്ഥമില്ല കേട്ടോ. സാഹിബിൻ്റെ എല്ലാ സമയത്തും ഈ പറഞ്ഞ അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ഇപ്പോൾ അസ്ഹാബുൽ നബി എന്ന് നേരത്തെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ് എന്നൊരാൾക്ക് പറയാൻ ജസ്റ്റ് കേവലം ഒരു തവണ കണ്ടാൽ മതി, ഒരു സാഹിബ് എന്ന് പറയും. കാരണം അവിടുത്തെ കാണുക എന്നുള്ളത് ഷറഫുള്ള കാര്യമാണ്, പ്രത്യേക സാങ്കേതിക പദമാണ്. പക്ഷെ എത്ര അധികരിക്കുന്നോ അതിനനുസരിച്ച് സാഹിബ് എന്നുള്ള വാക്കിൽ പങ്ക് അധികരിക്കും. ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഹും അവർ കുഫാർ. ഹും ഫീഹാ ഫീ ഏഷ് ഫിന്നാർ. അവർ നരകത്തിൽ എന്തായിരിക്കും? ഖാലിദൂൻ, ഖാലിദീങ്ങളായിരിക്കും. അവർ എപ്പോഴും ഖുലൂദുള്ള അവസ്ഥയിലായിരിക്കും, ശാശ്വതരായ അവസ്ഥയിലായിരിക്കും. അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് വല്ലദീന ജഹദു വകദ്ദബു ബിആയാതിന അൽമത്ലൂവതി വദലായിലി തൗഹീദിന. വല്ലദീന ഒരു വിഭാഗം ആളുകൾ, ജഹദു നിഷേധിക്കുക, അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നതിന് പൊതുവെ ജുഹൂദ് എന്ന് പറയുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഫിർഔനിനെ കുറിച്ച് പറഞ്ഞത് വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ. വജഹദു ബിഹ, അവർ ഫിർഔനെ കുറിച്ച് പറഞ്ഞ വാക്കാണത്. ജഹദു ബിഹ, അവർ മൂസാ നബിയുടെ അടുത്ത് നിന്ന് വന്ന ദൃഷ്ടാന്തങ്ങളെ അറിഞ്ഞുകൊണ്ട് നിഷേധിച്ചു. വജഹദു ബിഹ വസ്തൈഖനത്ഹാ, അവർക്ക് യഖീൻ ഉണ്ടായിരുന്നു. അൻഫുസുഹും ഇസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ, അതിനെ അവർ പ്രേരിപ്പിച്ചത് ദുൽമും ഉലുവായിരുന്നു, അതിക്രമവും ജനങ്ങൾക്ക് മുൻപിൽ അവരുടെ അധികാരത്തിൽ തുടരണമെന്ന ചിന്തയുമായിരുന്നു. വല്ലദീന ജഹദു നിഷേധിച്ച ആളുകൾ, ജുഹൂദ് സ്വീകരിച്ച ആളുകൾ, വകദ്ദബു കളവാക്കിയ ആളുകൾ, ബി ആയാതിന അൽ മത്ലൂവതി നമ്മുടെ ആയത്തുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, അൽ മത്ലൂവ പാരായണം ചെയ്യപ്പെടുന്നത്, മഫ്ഊലാണത്. മത്ലൂവ തല യത്ലു മത്ലൂ, അൽ മത്ലൂവതി പാരായണം ചെയ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ, അതായത് ആയത്തുകൾ, അതായത് പാരായണം ചെയ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള കിതാബ് വഹി, അതിനെ നിഷേധിച്ച ആളുകൾ. അതുകൊണ്ടാണ് ആയത്തിന എന്ന് പറയുന്നത്, ബാവ് എന്നുകൊണ്ട്. അൽ മത്ലൂവതി വദലായിലി തൗഹീദിന,
ദലായിൽ ജംഅ ദലീൽ. ദലായിലി തൗഹീദിന വദലായിലി തൗഹീദിന, നമ്മുടെ തൗഹീദിൻ്റെ ദലീലുകൾ, തെളിവുകൾ. അതിനെ നിഷേധിച്ച ആളുകൾ, അതിനെ കളവാക്കിയ ആളുകൾ. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ആയാത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ആയാത്തുൻ ശർഇയ്യ, രണ്ട് ആയാത്തുൻ കൗനിയ്യ. രണ്ടിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിലുണ്ട്. ആയാത്തുൻ കൗനിയ്യ ആയാത്തുൻ ശർഇയ്യ. ഇത് രണ്ടും യഥാർത്ഥത്തിൽ അവർ നിഷേധിച്ചിട്ടുണ്ട്. കേവലം പ്രപഞ്ചത്തിലെ കേവലം ഖുർആൻ മാത്രമല്ല അവർ നിഷേധിച്ചത്, മറിച്ച് അവർ രണ്ട് ദൃഷ്ടാന്തങ്ങളെയും നിഷേധിച്ചിട്ടുണ്ട്. എന്താ ആയാത്തുൽ ശർഇയ്യ എന്ന് പറഞ്ഞാൽ? ആയത്തുൽ ശർഇയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന വഹയാണ്. അത് പരിപൂർണമായും ആയത്താണ്. ഖുർആനും ഹദീസും ഒക്കെ തെളിവ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീന് അവൻ്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ഇസ്ലാം തെളിവാണ്. അതുപോലെ തന്നെ ഖുർആൻ തെളിവാണ്, ഹദീസുകൾ തെളിവാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തെളിവാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പ് തെളിവാണ്. അവരുടെ ഇങ്ങനെ പലതും അള്ളാഹു ദീനിൻ്റെ ഭാഗമായി ഇറക്കിയിട്ടുള്ള പല തെളിവുകളുണ്ട്. ആ തെളിവുകളൊക്കെ ആയാത്തുൻ ശർഇയ്യ, ദീനിയായ തെളിവുകൾ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഖുർആനിലെ ആയത്തുകൾ ആ പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. അതാണ് ആയാത്തുൻ ശർഇയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഖുർആനിൽ ഈ ആയത്തുകളിൽ വന്നിട്ടുള്ളത് അല്ലാഹു അലം ആയാത്തുൻ ശർഇയ്യയാണ് കൂടുതൽ ഉദ്ദേശം. കാരണം സൂറത്തുൽ ബഖറയിൽ തന്നെ ആയാത്ത് എന്ന പദം പിന്നീട് ശർഇയ്യ എന്ന ദീനിയായ ഖുർആനിലെ ആയത്തുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പിന്നീടും സൂറത്തുൽ ബഖറയിൽ തന്നെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിറിൻ ബിഹി വലാ തശ്തറു ബിആയാതി തമനൻ ഖലീല. കുറച്ച് താഴെയുള്ള ആയത്താണ്, അതെ, തൊട്ട് താഴെ. അപ്പോൾ ഇതേ പേജിൽ തന്നെ ഉണ്ട്. യഹൂദരോട് പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദരോട് പറഞ്ഞത്, നിങ്ങൾ വലാ തകൂന അവ്വല കാഫിറിൻ ബിഹി, നിങ്ങൾ ഞാൻ അവതരിപ്പിച്ചതിന് ആദ്യം തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാവരുത്. വലാ തശ്തറു ബിആയാതി തമനൻ ഖലീല, എൻ്റെ ആയത്തുകൾക്ക് പകരം നിങ്ങൾ തുച്ഛമായ വിഭവമാക്കിയത്. അവിടെ ഖുർആനാണ് ഉദ്ദേശം, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? അപ്പോൾ ആയത്ത് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുക. ഏതൊക്കെ? ഒന്ന് ആയാത്തുൻ ശർഇയ്യ, രണ്ട് ആയാത്തുൻ കൗനിയ്യ. ശർഇയ്യത്തായ ദലീൽ, അതിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം ഖുർആനാണ്. അല്ല, ഖുർആൻ ഏറ്റവും വലിയ ആയത്താണ്. അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ ആയത്ത്. ചന്ദ്രൻ പിളർന്നതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നതിനേക്കാളും മറ്റ് എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ ഭൗതികമായത് നൽകപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എല്ലാ നബിമാർക്കും നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളിലുമൊക്കെ വെച്ച് ഏറ്റവും വലുത് ശുദ്ധ ഖുർആനാണ്. ഖുർആനാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ഖുർആനിലെ ആയത്തുകൾ, അതുകൊണ്ട് ഖുർആനിൽ ഓരോ വചനത്തിനും ആയത്ത് എന്നാണ് പേര് കൊടുത്തത്. കാരണം ഓരോ ആയത്തും ഒരായത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്, തെളിവാണ് ഓരോ ആയത്തും. അവിടെ ധാരാളം ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ച് ഖുർആൻ മുഴുവൻ വായിച്ചതിന് ശേഷമാണോ? അല്ല, അവരിൽ പലരും ഇസ്ലാം സ്വീകരിച്ച് ഖുർആനിലെ ഏതോ ഒരായത്ത് കേട്ടിട്ടാണ്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദ്ർ യുദ്ധത്തിലെ തടവുകാരെ തിരിച്ചു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്നെത്തി. മഗ്രിബിൻ്റെ സമയത്താണ് എത്തിയത്. അപ്പോൾ മസ്ജിദുൻ നബവിക്ക് പുറത്ത് അദ്ദേഹം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കരിക്കാൻ ഇമാമത്ത് നിന്നുകൊണ്ട് സൂറത്തു തൂറിലെ ആയത്താണ് അവിടുന്ന് ഓതിയിരുന്നത്. അവിടുന്ന് ഓതി അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ. ഈ ആയത്ത് ജുബൈർ ബിൻ മുത്ഇം മസ്ജിദിൻ്റെ പുറത്തുനിന്ന് കേട്ടു. അപ്പം അദ്ദേഹം പറയുന്നു, അന്നാണ് ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ ഈമാനിന് സ്ഥാനം കിട്ടിയത്. അദ്ദേഹം പറയും, കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം പറന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കാരണം എൻ്റെ ഹൃദയം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ആയത്ത് കേട്ടപ്പോൾ. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ പഠിച്ചതാണോ? അതല്ല, അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ പഠിച്ചത് അവരാണോ? ഈ ആയത്ത് അദ്ദേഹം പറയാം, അത് കേട്ടിട്ടേ മാറിയത്. അപ്പോൾ ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു ഖുർആനിൽ ഒരായത്ത് കേട്ടിട്ടാണ്. ഖുർആൻ ഓരോ ആയത്തും ആയത്താണ്, ദൃഷ്ടാന്തമാണ്. സൂറത്തുൽ ബഖറയിൽ വേറെയും സ്ഥലത്ത് ആയത്തെന്ന് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വലഖദ് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്തിൻ
വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. ആയത്തു സിഹറിൻ്റെ തൊട്ട് മുൻപ് സൂറത്തു അൽ ബഖറയിലെ 99-ാമത്തെ ആയത്താണ്. ഇവിടെയൊക്കെ വലഖദ് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്ത്, നബിയെ അങ്ങേക്ക് നാം ആയത്തുകൾ അവതരിപ്പിച്ചു. ഇവിടെ ആയത്ത് ഏതാണ്? ഖുർആനാണ്. ഇവിടെ ഉദ്ദേശം ഖുർആനാണ്. ഇവിടെ നോക്കൂ, ഇതാണ് ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുക. ഇവിടെ അള്ളാഹു പറഞ്ഞു അല്ലദീന കഫറു വകദ്ദബു ബി ആയാത്തിന. അപ്പോൾ ആയത്ത് എന്നത് പൊതുവെ ഖുർആനിന് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഭൗതികമായ ദൃഷ്ടാന്തങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ സാധ്യത അല്ലാഹു അലം ഇവിടെ ഖുർആൻ ആയത്തുകളാണ്. കാരണം തൊട്ട് ശേഷമുള്ള ആയത്തിൽ വരെ അതിന് സൂചനയുണ്ട്. സൂറത്തുൽ ബഖറയിൽ പലയിടത്തും ആയത്ത് എന്നത് ഈ ഖുർആൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശരി, സൂറത്തുൽ ബഖറയിൽ തന്നെ ആയത്ത് എന്നത് ആയത്തുൻ കൗനിയ എന്ന അർത്ഥത്തിലും വന്നിട്ടുണ്ട്. എവിടെയാണതുള്ളത്? അല്ല, സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുണ്ട്. അവിടെ ആയത്ത് എന്നുള്ള വാക്കില്ല, അതിൽ ആ ആയത്തിലില്ല. പക്ഷേ സമാനമായ ആയത്തിലുള്ളത് സൂറത്തുൽ ബഖറയിൽ തന്നെ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وما بث فيهما من دابة وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ 160. അവിടെ ആകാശഭൂമിയുടെ ദൃഷ്ടാന്തം, കപ്പൽ ചലിക്കുന്നു, അതുപോലെ മഴ പെയ്യുന്നു, ഇങ്ങനെ ഭൗതികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു ആയാത്തിൻ ലിഖൗമിൻ യഖിലൂൻ, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തും സൂറത്തുൽ ബഖറയിൽ ആയത്ത് എന്നത് രണ്ടർത്ഥത്തിലും വന്നിട്ടുണ്ട്. ആയത്തുൻ ശർഇയ്യ, ആയത്തുൻ കൗനിയ. ശരി, അള്ളാഹുവിൻ്റെ ശർഇയായ ആയത്തുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്താണ്. ഖുർആനെ നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽ വന്ന തെളിവുകളെ നിഷേധിക്കുക. പ്രാപഞ്ചികമായ ആയത്തുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിഷേധിക്കുക ഒരാൾ? ഇവിടെ പ്രപഞ്ചമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഒന്നല്ലെങ്കിൽ സൃഷ്ടാവില്ല എന്ന് പറയാം, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഈ കാണുന്നതെല്ലാം അള്ളാഹുവിനെ അനുസരിക്കാനുള്ള പ്രേരണ നൽകുന്നുണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബ് എല്ലാം അറിയുന്നവനാണ്. ഇതിനൊക്കെ പടച്ച റബ്ബ് ഖാലിഖാണ്, ഖദീറാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെ ഒരു റബ്ബ്, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറ തുടക്കത്തിൽ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ എന്തിലേക്ക് തെളിക്കുന്നു എന്നാണ് പറഞ്ഞത്? എന്താ വന്നിട്ടുള്ളത്? ഇന്ന് വായിച്ച ആയത്താണ്. എന്തിലേക്ക് നയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനു മുൻപ് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് എവിടെ പറഞ്ഞിട്ടുള്ളത്? അത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അല്ലേ? ആകാശഭൂമികൾ പഠിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറഞ്ഞത് ശിർക്ക് ചെയ്യരുത് എന്നാണ്. ഇതൊക്കെ റബ്ബ് ചെയ്തതാണ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമുക്ക് നൽകുന്ന പാഠങ്ങൾ വിസ്മരിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് നൽകുന്ന പാഠങ്ങൾ വിസ്മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളെ നിരസിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പലയിടത്തും ആക്ഷേപിച്ചു പറഞ്ഞത് അതുകൊണ്ടാണ്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ആയത്തുകളുണ്ട്, പക്ഷേ അവർ ആ ആയത്തുകളിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞതിൻ്റെ ഭാഗമാണ്. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന അൽമത്ലൂവതി വദലായിലി തൗഹീദിന, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും നമ്മുടെ തൗഹീദിൻ്റെ തെളിവുകളെ നിരസിക്കുകയും ചെയ്തവർ ഉലൈക അല്ലദീന യുലാസിമൂന അന്നാർ, അവരാകുന്നു യുലാസിമൂൻ. നമുക്ക് ആ ഫിഅൽ നിന്ന് പഠിക്കാണ്ട്. എൻ്റെ മാദി ഏതായിരിക്കും? ലാസമ, ലാസമ യുലാസിമു. ഉലൈക അല്ലദീന യുലാസിമൂന അന്നാർ,
അവരാകുന്നു നരകത്തിൽ യുലാസിമൂൻ. ലാസിമൂൻ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കുന്നവർ. മുലാസമ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ചേർന്ന് നിൽക്കാനാണ്, രണ്ട് തമ്മിൽ ചേർന്ന് നിൽക്കുക, അങ്ങനെ മുലാസമ എന്ന് പറയാം. ഉലൈക അല്ലദീന യുലാസിമൂന അന്നാറ ഹും ഫീഹ ഖാലിദൂൻ. അവരതിൽ ഖാലിദീങ്ങളാണ്, ഖാലിദ് നിത്യവാസികളാണ്. ലാ യഖ്റുജൂന മിൻഹ, അവരതിൽ നിന്ന് പുറത്തു കടക്കുന്നതല്ല. ഇതാണ് ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒന്ന് സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മുൻപ് പറഞ്ഞ അതേ തക്സീം, മനുഷ്യരെ രണ്ടായി വേർതിരിക്കുക എന്നത് ഇവിടെയുണ്ട്. ഖുർആനിൽ പല സ്ഥലത്തായി വന്നിട്ട്. തുടക്കത്തിൽ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നതിന് അങ്ങനെ പറഞ്ഞു, മുഅ്മിനീങ്ങൾ, പിന്നെ കുഫാറുകൾ, അതിൻ്റെ ഭാഗമായി മുനാഫിഖുകൾ. പിന്നെ എവിടെയുള്ളത്? പിന്നെ എവിടെ ബഖറയിലുള്ളത്? യാ അയ്യുഹന്നാസ്, അത് കഴിഞ്ഞിട്ട് ഉഇദ്ദത് ലിൽ കാഫിരീൻ വബശ്ശിരിൽ ലദീന ആമനു, അല്ലേ? അവിടെ ഇല്ലേ? അവിടെ ഇതേപോലെ കാഫിരീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഈ രണ്ട് വേർതിരിവുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ വമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള മഅനകൾ ആവർത്തിച്ച് ഖുർആനിൽ വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കുകയാണെങ്കിൽ ഖുർആനിൽ ഈ പറഞ്ഞ അർത്ഥങ്ങൾ പല രൂപത്തിൽ ആവർത്തിക്കുന്നുണ്ട്. തുടക്കത്തിൽ മുത്തഖീങ്ങളെക്കുറിച്ച് പറഞ്ഞു, കാഫിരീങ്ങളെക്കുറിച്ച് പറഞ്ഞു, പിന്നെയും ഖുർആൻ നിഷേധിച്ച കാഫിരീങ്ങളെക്കുറിച്ച് പറഞ്ഞു, സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. ഇവിടെ ഇതാ അള്ളാഹുവിൻ്റെ വഹി സ്വീകരിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗമുണ്ട്, അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നരകമുണ്ട്. നോക്കിയത് ആവർത്തനമുണ്ട്, ഇതിനൊക്കെ ആവർത്തനമുണ്ട്. മാത്രമല്ല ഈ മൂന്ന് സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈമാൻ ഖുർആനിനോട് ചേർത്തുകൊണ്ടും കുഫർ ഖുർആനെ നിഷേധിക്കലാക്കി പറഞ്ഞായിട്ട് കാണാം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, കിതാബിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്ഥലത്തോ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ അല്ല, രണ്ടാമത്തെ സ്ഥലത്ത് വഇൻ കുന്തു ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. അവിടെ നോക്കൂ, അവിടെ ഖുർആനാണ് പറഞ്ഞത്, അല്ലേ? അവിടെ ഖുർആനല്ലേ പറഞ്ഞത്. ഇവിടെയും അതേപോലെ തന്നെയാണ്, ഇവിടെ വഹീനെ കുറിച്ചാണ് പറഞ്ഞത്. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പക്ഷേ നോക്കൂ, ഈ പറഞ്ഞ മൂന്ന് രൂപത്തിലാണ് ആവർത്തിച്ചിട്ടുള്ളത്. മൂന്ന് വ്യത്യസ്ത രൂപങ്ങളിലാണ് ആവർത്തിക്കപ്പെടുന്നത്. ഖുർആൻ നമ്മൾ ശ്രദ്ധിച്ച് ഓതുകയാണെങ്കിൽ ഖുർആൻ മസാനിയാണ് എന്നത് നിങ്ങൾക്ക്, മസാനി എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തിക്കുന്നതാണ്. ഖുർആനിൻ്റെ ശൈലി പലയിടത്തും ആവർത്തിക്കും. പക്ഷേ ഇത് ഈ ആവർത്തനം ഒരിക്കലും വിരസത ഉണ്ടാക്കുന്നില്ല. പല വിധത്തിലാണ് ഈ ആവർത്തനം ഉള്ളത്, ഒരേ രൂപത്തിലല്ല ആവർത്തിക്കുന്നത്. പല മഅനകളാണ്. ആൾക്കാർ ശ്രദ്ധിച്ചാൽ മാത്രമേ ചിലത് മനസ്സിലാവുള്ളൂ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ. നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കിയാലേ ചില സ്ഥലത്ത് ആശയം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന പോലെ ഉള്ളൂ. ഒരു നന്നായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വീണ്ടും ശൈലികളുടെ ആവർത്തനവും ആശയങ്ങളുടെ ആവർത്തനമൊക്കെ പല രൂപത്തിൽ കാണാം. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഈ പല ആവർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ അതിൽ നിന്ന് കുറേ വിശദീകരണവും, എത്ര ചിന്തിച്ചാലും ഖുർആനിൻ്റെ അത്ഭുതം അവസാനിക്കില്ല എന്നതിനുള്ള സൂചനയിൽപ്പെട്ടതാണത്. എത്ര നിങ്ങൾ ചിന്തിച്ചാലും ഖുർആൻ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കി തീർക്കുക സാധ്യമല്ല. ശരി, വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന. നേരത്തെ പറഞ്ഞ പോലെ കുഫർ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന് കുഫറുൽ ജുഹൂദി വത്തക്ദീബ്, രണ്ട് കുഫറുൽ ഇബാഇ വൽ ഇസ്തിക്ബാർ. ഈ രണ്ടും ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ തന്നെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, ആയാത്തുകൾ രണ്ടാണ്, ആയാത്തുൻ ശർഇയ്യ വ ആയാത്തുൻ കൗനിയ്യ. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിൽ എപ്പോഴും അസ്ഹാബുന്നാറാണ്, ഹും ഫിഹാ ഖാലിദൂൻ. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരൊറ്റ ആയത്തിൽ തന്നെ നരകത്തിൽ കുഫാറുകൾ ശാശ്വതരായി ജീവിക്കുന്ന, അതിന് അവസാനമില്ലാതെ എന്നേക്കുമായി കുഫറിലകപ്പെട്ടൊരു മനുഷ്യൻ, ഇസ്ലാം എന്നൊരാൾ പുറത്തു പോയാൽ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനുള്ള നരകം കാലാകാലത്തേക്കാണ്, അവസാനമില്ലാത്തതാണ്. അതിന് ഈ ആയത്തിൽ രണ്ട് സൂചനകളുണ്ട്. എവിടേക്കുള്ളത്? ഒന്ന് അസ്ഹാബുന്നാർ എന്ന പ്രയോഗം, രണ്ട് ഹും ഫിഹാ ഖാലിദൂൻ എന്ന പ്രയോഗം. ഇത് രണ്ടും നരകത്തിൽ അവർ കാലാകാലം ഉണ്ടായിരിക്കും എന്നതിനുള്ള സൂചനയാണ്.
അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദക്കുള്ള തെളിവുകളിലൊന്നാണ് നരകം എന്താണ് അത് സ്വർഗം കാലാകാലമുള്ളതാണെന്നതുപോലെ നരകം എന്നേക്കുമായി ഉണ്ടായിരിക്കും. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ മദ്ഹബ്. പൊതുവെ എല്ലാ പണ്ഡിതന്മാരും എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ വളരെ വിരലെണ്ണാവുന്ന ചില ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ അഹ്ലുസുന്നത്തിൻ്റെ ഖൗല്, അഭിപ്രായം, വിശ്വാസം നരകം എന്നേക്കും ഉണ്ടായിരിക്കുമെന്നതാണ്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതിൽ 3 ഇടങ്ങളിൽ അബദ് എന്ന വാക്കോടുകൂടി അറിയിച്ചിട്ടുണ്ട്. അബദ് എന്ന വാക്ക് എന്നേക്കും എന്ന അർത്ഥം നൽകുന്നതാണ്. ഒന്ന് സൂറത്തു നിസായിൽ, മറ്റൊന്ന് സൂറത്തുൽ അഹ്സാബിൽ, മറ്റൊന്ന് സൂറത്തു അൽ ജിന്നിൽ. അള്ളാഹു പറഞ്ഞു, മൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദൻ എന്നേ. അതുപോലെ തന്നെ ഈ ആയത്ത് കുഫറിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കണം, ഇതിനുള്ള ഓർമ്മപ്പെടുത്തലാണ്. കാരണം മനുഷ്യൻ കുഫറിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ കാലാകാലം നരകത്തിലാണ്, ഒരിക്കലും പുറത്തേക്ക് വരില്ല. എന്നാൽ തൗഹീദുള്ള ആളുകൾ ഉസാത്തുൽ മുവഹിദീൻ എന്നാണ് അവർക്ക് പറയാം. ഉസാത്തുൽ മുവഹിദീൻ, ഉസാത്ത് ആസി എന്നതിൻ്റെ ബഹുവചനാണ്. അത് ആസി, ധിക്കരിച്ചവൻ, പാപം ചെയ്തവൻ. ഉസാത്തുൽ മുവഹിദീൻ, മുവഹിദീങ്ങളിലെ പാപികളായ ആളുകൾ, തിന്മകൾ പ്രവർത്തിച്ച ആളുകൾ, അവരുടെ നരകപ്രവേശനം എങ്ങനെയാണ്? അവർ നരകത്തിൽ പ്രവേശിക്കുക ആണെങ്കിൽ, അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെയും അവർക്ക് അള്ളാഹു ഉദ്ദേശിച്ച സമയം കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് വരുന്നതാണ്. എന്നാൽ കുഫാറുകൾ, അവർക്ക് നരകം അബദൻ എന്നേക്കുമായി നരകമാണ്, പുറത്തെടുക്കാൻ പറ്റില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വന്ന ശൈലികളിൽ ഒന്നാണ് ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ മസാനിയാണ്. അതുപോലെ തന്നെ മസാനിയുടെ ഒരർത്ഥങ്ങളിൽപ്പെട്ടതാണ് 2 ഭാഗവും പറയാനുള്ളത്. നരകം പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് പറയും, മുഅ്മിനീങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കുഫാറുകളെ കുറിച്ച് പറയും, ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞാൽ ദലാലത്തിനെ കുറിച്ച് പറയും, ഇത്തിബാഇനെ കുറിച്ച് പറഞ്ഞാൽ മാസിയത്തിനെ കുറിച്ച് പറയും. ഇവിടെ സംഭവിച്ചതുപോലെ. എന്തിനാണ് ഇതിങ്ങനെ രണ്ടും ഒരുമിച്ച് എപ്പോഴും പറയുന്നത്? അതൊക്കെ ഖുർആൻ എവിടെ എടുത്താലും ഇത് കാണാതിരിക്കില്ല. എവിടെ നിങ്ങളെടുത്താലും സ്വർഗമുണ്ടോ നരകമുണ്ടാവും. പിന്നെ സ്വർഗക്കാരെ കുറിച്ചുണ്ടോ നരകക്കാരെ കുറിച്ചുണ്ടോ, നബിമാരുണ്ടോ അവരെ ധിക്കരിച്ചവരുണ്ടായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഇല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ദഅവത്തിലും ഒരു മുഅ്മിൻ, ഒരു ദഅവ നടത്തുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. എന്നെന്താ പറയുക? തർഗീബും വത്തർഹീബ്. തർഗീബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ജനിപ്പിക്കുക സ്വർഗത്തെക്കുറിച്ചും ഖൈറിനെക്കുറിച്ചും. തർഹീബ് എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുക നരകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും. ഇതിന് രണ്ടിനും ഇടയിലായിരിക്കണം ദഅവത്ത് ഉണ്ടാവേണ്ടത്. ഖുർആൻ്റെ ശൈലി അങ്ങനെയാണ്. ഒരേ സമയം പ്രതീക്ഷ നൽകുകയും അതോടൊപ്പം പേടിപ്പിക്കുകയും വേണം. നമ്മൾ ഒരാൾക്ക് പ്രതീക്ഷ മാത്രമായി കഴിഞ്ഞാൽ അയാൾ തകർന്നു പോകും, ഒരാൾക്ക് ഭയം മാത്രമായി കഴിഞ്ഞാൽ അയാൾ നശിച്ചു പോകും. രണ്ടും ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ കജനാഹി തായർ, ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. പക്ഷിയുടെ ചിറക് അത് നേരെ പിടിച്ചാൽ നേരെ പറക്കും, ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ അത് ഒരു ഭാഗത്തേക്ക് ചെരിയും. രണ്ടും ഒരുപോലെ വേണം എന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞേക്കണം. ഖൗഫ് റജ ഒരുപോലെ വേണം, രണ്ടും ഒരേ അവസ്ഥയിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഈ 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനെ ഉപദേശിക്കുന്ന സമയത്ത് പറഞ്ഞു, നോക്കൂ, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ. എൻ്റെ പൊന്നു പിതാവേ, അങ്ങേക്ക് യമസ്സക അദാബ്, ശിക്ഷ ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. മിമ്മൻ മിനർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൽ നിന്ന് ശിക്ഷ ബാധിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. നമുക്ക് തർഹീബ് ഇത്ര ഒരുമിച്ചേ പറഞ്ഞിട്ടുള്ളത്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുക, ഞാൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, ധാരാളം കരുണ എറിയുന്നവനാണ്. ഒപ്പം തൊട്ടുടനെ പറഞ്ഞു അന്ന അദാബി, എൻ്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം,
അതാണ് വേദനയുള്ള ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവർത്തിച്ച് സ്വീകരിച്ച ശൈലിയാണിത്. അതുകൊണ്ടാണ് ഖുർആൻ മസാനി എന്ന് വിളിക്കപ്പെട്ടത്. ശുദ്ധ ഖുർആൻ മസാനിയാണ്, അങ്ങനെ ആവർത്തിക്കുന്നതാണ്. അതോടൊപ്പം ഒന്ന് പറഞ്ഞാൽ പുറത്തതിൻ്റെ നേരെ പുറത്തെല്ലാം പറയും. അമ്രു ബിൽ മഅറൂഫ്, അതിൻ്റെ ഒപ്പം തന്നെ നഹ്യുൻ അനിൽ മുൻകർ, രണ്ടും ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നിനെ നിസ്സാരമായി കാണുകയോ അല്ലെങ്കിൽ മോശമായി കാണുക മുമ്പിന് യോജിച്ചാൽ അത് ചില ആൾക്കാരെന്ന് പറയുന്ന പോലെ നല്ലത് പറഞ്ഞാൽ പോലെ എന്തിനാ നിങ്ങൾ തെറ്റ് എതിർക്കുന്നത്? ഇല്ല, ഖുർആൻ സ്വീകരിച്ച ശൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ശൈലി എന്താ? നല്ലത് പറയുക, എൻ്റെ ഒപ്പം എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിന്മ ഏതാണ് അത് ഓർമ്മപ്പെടുത്തിയില്ല ആൾക്കാർ അതിൽ വീണ് പോകും. ഇത്രയുമാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയാനുള്ളത്. വഹദാ അല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.